ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. ഇതൊരു ഇക്കോണമി അല്ല, ഇതൊരു പോൺജി സ്കീമാണ്. ഒരു സ്ഥലത്ത് കാശ് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുക്കുക. അതല്ലേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന ഒരു ഉദാഹരണമായിട്ട് പറയാം. SC/ST ഫണ്ടിൽ നിന്നെടുത്ത് മറ്റൊരു കാര്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നു. അപ്പോ ഇത് ഒരു ഒഫീഷ്യലായിട്ട് ഇപ്പോ ഈ ബഡ്ജറ്റിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, BJP NDAക്ക് പറയാനുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് 2014 പോലെ ഇന്ത്യന്റെ ബഡ്ജറ്റ്, ഇന്ത്യന്റെ ഇക്കോണമി തകർത്തി വെച്ച കോൺഗ്രസ്, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് നാടിന്റെ ഇക്കോണമി തകർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ തൊഴിലിനെ കുറിച്ച് ഒരു വാക്കില്ല, വിലക്കയറ്റത്തിനെ കുറിച്ച് ഒരു വാക്കില്ല, അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വാഗ്ദാനം മാത്രം, ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഒന്നും പറയാനില്ല. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് സ്ഥിതി. ഇതിനെക്കുറിച്ച് സർക്കാരിന് പറയാൻ ഇത് ഡബിൾ ആയിട്ടില്ല. ഇതൊരു അച്ചീവ്മെന്റ് ആണോ? 5 ലക്ഷം കോടി കടം 3.5 കോടി ജനങ്ങളുടെ തലയിൽ ഒരു കെട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ്. പെർ ക്യാപിറ്റ അത് എന്താണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇത് എങ്ങനെയാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ആരാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ഇത് പുതിയ തലമുറ, വരുന്ന പുതിയ ജനറേഷൻ. ഈ കടം അവരെ ബാധിക്കാൻ പോവല്ലേ? ഈ കടത്തിന്റെ ഫലം എന്താണ്? നാളെയോ മറ്റന്നാളോ വരുന്ന കൊല്ലത്തിൽ ഈ കടം കൊടുക്കാൻ ഇന്നിപ്പോ 92% ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ, ഞാൻ പറഞ്ഞ പോലെ കടവും പലിശയും ക്ഷേമ പെൻഷൻസിനാണ് പോകുന്നത്. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് എന്താ 100% ആവുമോ? അപ്പൊ വികസനത്തിന് വേണ്ടി കാശുണ്ടാവില്ലേ? ഇതാണോ ഇവരുടെ കാഴ്ചപ്പാട്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് ചോദിക്കണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. 92% ഇന്ന് നമ്മൾ ഓരോരോ രൂപ റവന്യൂ കിട്ടുന്ന 100 രൂപയിൽ 92 രൂപയാണ് പലിശയ്ക്കും കടത്തിനു വേണ്ടി, പെൻഷൻസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ പുതിയ തലമുറയ്ക്കോ നാടിന്റെ വികസനത്തിന് വേണ്ടി എവിടുന്ന് കാശ് കിട്ടും? ഇനിയും കടം വാങ്ങിച്ചിട്ടോ? ഇതാണ് ഒഫീഷ്യലി ഒരു ഡെറ്റ് ട്രാപ്പ്. നെക്സ്റ്റ്. പിന്നെ ഇതിപ്പോ ഇലക്ഷന്റെ 60 ദിവസം മുമ്പേ ഒരു ബഡ്ജറ്റ് അല്ലേ? അപ്പൊ എന്തെങ്കിലും പറയണ്ടേ? വേറൊന്നും പറയാനില്ല. തൊഴിലിനെ കുറിച്ച് പറയാനില്ല, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനില്ല, ആരോഗ്യ മേഖലയെ കുറിച്ച് പറയാനില്ല, വിലക്കയറ്റത്തെ കുറിച്ചും പറയാനില്ല. അപ്പൊ എന്താ പറയേണ്ടത്? സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. ഇത് ആരെയാ വിഡ്ഢിയാക്കുന്നത്? ഇതല്ലേ സത്യം? 460% ഇൻക്രീസ്.